പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, മനുഷ്യകുലം രണ്ടായി തിരിയാൻ പോകുകയാണ്. നിങ്ങൾ അവഗണിച്ചാലും പരിഗണിച്ചാലും, നിങ്ങൾ എതിർത്താലും എതിരേറ്റാലും മനുഷ്യകുലം രണ്ടായി തിരിയാൻ തുടങ്ങുകയാണ്. അന്ന് 2 പേർ ഒരു കിടക്കയിൽ വിശ്രമിക്കും. ഒരാളെ കൈക്കൊള്ളും, മറ്റൊരാൾ കൈവിടപ്പെടും. അന്ന് 2 പേർ ഒരു വയലിലായിരിക്കും. ഒരാളെ കൈക്കൊള്ളും, മറ്റൊരാൾ കൈവിടപ്പെടും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാളെ കൈവിടും, മറ്റൊരാളിനെ കൈക്കൊള്ളും. നിങ്ങളുടെ കർത്താവ് ഏതു നേരത്ത് വരുന്നു എന്ന് നിങ്ങൾ അറിയായികയാൽ ഉണർന്നിരിപ്പീൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചേ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഇന്ന് രാത്രി ഗൗരവമായി ശ്രദ്ധിക്കുക. ഈ 2 പേരാരാണ്? 10 പേർ വിളക്കിൽ എണ്ണയെടുത്ത് പുറപ്പെട്ടു. അവർ ഒരുമിച്ച് ഇറങ്ങി. അവർ ഒരുമിച്ച് യാത്ര ചെയ്തു. അവർ ഒരുമിച്ചിരുന്നു. അവർ ഒരുമിച്ച് മയങ്ങി. അവർ ഒരുമിച്ചുറങ്ങി. അവർ ഒരുമിച്ച് ആർപ്പിട്ടു. അവർ ഒരുമിച്ച് ഉണർന്നു. അവർ ഒരുമിച്ച് വിളക്ക് തെളിയിച്ചു. എത്ര പേർ പോയി? 5 പേർ മാത്രം. എന്ന് പറഞ്ഞാൽ രജിസ്റ്ററിൽ പേരുള്ള എല്ലാവരും അവിടെ കാണില്ല. മനുഷ്യകുലം രണ്ടായി പിരിയാൻ പോകുകയാണ്. സന്തോഷമുള്ളവർ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? ശ്രദ്ധിച്ച് കേൾക്കണേ. പെട്ടകത്തിനൊടുവിൽ എത്ര പേരുണ്ടായിരുന്നു? എന്ന് പറഞ്ഞേ, പെട്ടകത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 8 പേർ. ബാക്കി എല്ലാവരും എവിടെ പോയി? ഞാൻ ചോദിക്കട്ടെ, നോഹയുടെ അപ്പന്റെ പേരെന്താ? ലാമേക്ക്. 777 കൊല്ലം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പന്റെ പേരെന്താ? മെതുശലേഹ്. 969 വർഷം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പന്റെ പേരെന്താ? ഹാനോക്ക്. 365 വർഷം ജീവിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹസ്രനോട് ഞാൻ ചോദിക്കട്ടെ, 70 പേർ ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോയി. 400 വർഷം കൊണ്ട് 30 ലക്ഷമായി. അങ്ങനെയാണെങ്കിൽ 930 വർഷം ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ മക്കളുടെ എണ്ണം എടുക്കാൻ പറ്റുമോ? ബാക്കിയുള്ളവരുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ 10 പെട്ടകം നിറയാൻ ആൾ കണ്ടേനെ. എന്നാൽ പ്രളയം ഒരു തലമുറയെ നക്കി തുടയ്ക്കാൻ സമയമായപ്പോൾ കയറിയത് 8 പേര് മാത്രം. 2ആയി മനുഷ്യകുലം തിരിഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ കണ്ണിൽ കണ്ടവരെയെല്ലാം കൊണ്ടുപോകാനല്ല യേശു വരുന്നത്. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ സംഘത്തെ, ദൈവം കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ സംഘത്തെ കൊണ്ടുപോകാൻ എൻ്റെ യേശു വരാറായി എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, ആ വരവിൽ ഞാൻ കൈവിടപ്പെടരുത്. മനുഷ്യകുലം 2ആയി വിഭജിക്കപ്പെടാൻ പോകുകയാണ്. അന്ന് ഞാൻ അവിടെ കാണും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ മാത്രം ഒന്ന് കരമടിച്ചു ദൈവത്തെ ആരാധിച്ചേ. ഇന്ന് രാത്രി ഗൗരവത്തോടെ കേൾക്കണേ. അന്ന് ഞാൻ അവിടെ കാണുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ മാത്രം ഒന്ന് കരമടിച്ചു ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെയല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, മനുഷ്യകുലം 2ആയി തിരിയാൻ പോകുകയാണ്. നിങ്ങൾ അവഗണിച്ചാലും പരിഗണിച്ചാലും, നിങ്ങൾ എതിർത്താലും എതിരേറ്റാലും മനുഷ്യകുലം 2ആയി തിരിയാൻ തുടങ്ങുകയാണ്. ഒന്നാമത്തെ കൂട്ടുകാരാന്നറിയാമോ? പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ. 2ാമത്തെ കൂട്ടുകാരാന്നറിയാമോ? ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവർ. ഇന്ന് രാത്രി എൻ്റെ പേര് അവിടെ ഉണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കളുടെ സ്തോത്രം കേട്ടാൽ അറിയാം, അവരുടെ ആരാധന കണ്ടാൽ അറിയാം, അകം തിളയ്ക്കുന്ന ദൈവമക്കളെ കണ്ടാൽ അറിയാമെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നതെങ്കിൽ, അഭിഷേകം പ്രാപിച്ച ദൈവപൈതലേ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന സ്വയാത്മാവല്ല, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് നിന്റെ മൺകൂടാരത്തിൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നതെങ്കിൽ ആ വലിയ വേർതിരിവിൽ ഞാൻ കൈവിടപ്പെടരുത്. ദൈവമക്കൾ ഈ രാത്രി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ ഉദ്ദേശം, എൻ്റെ ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യരുത്. അവിടുന്ന് പറഞ്ഞ വാക്കുകൾ അതുപോലെ സംഭവിക്കും. 2ാമത്തെ മുന്നറിയിപ്പ്, പ്രവചന മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. അനർത്ഥം കൺമുൻപിലാണ്. 3ാമത്തെ മുന്നറിയിപ്പ്, 2 പേർ ഒരുമിച്ച് കിടക്കയിൽ കിടന്നാലും അവരെ 2ആയി തിരിച്ചുകൊണ്ട്
മനുഷ്യകുലത്തെ സ്വർഗം രണ്ടായി വിഭജിക്കാൻ പോകുന്നു. അതായിരിക്കും യേശുവിന്റെ മടങ്ങിവരവിന്റെ ഏറ്റവും വലിയ ദുരന്തം. മനുഷ്യകുലം രണ്ടായി മുറിഞ്ഞു മാറും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിന്റെ ആദ്യത്തെ വേർതിരിവ് മടങ്ങിവരവിന്റെ വേർതിരിവാണ്. മനുഷ്യവർഗത്തിന്റെ ഒടുവിലത്തെ വേർതിരിവ്, അത് പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി നിർത്താം. ആ വേർതിരിവ് വെളിപ്പാട് പുസ്തകം 20:11 മുതൽ ഓർപ്പിച്ചിട്ടുണ്ട്. മനുഷ്യകുലം രണ്ടായി വേർതിരിയും. ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. അവന്റെ കരം ഈ ചരിത്രത്തെ ന്യായം വിധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുൻപിലിരുന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം, രണ്ടായി വേർതിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു സമൂഹം ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ, മറ്റേ സമൂഹം ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ. എനിക്കിന്ന് രാത്രി അവിടെ പേര് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി സ്തോത്രം പറയണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സന്നിധാനം. ഞാൻ ആ വാക്യം ഒന്ന് ഉദ്ധരിക്കാൻ പോകുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന വാക്യമായതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചേ. 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഭൗതിക നേട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച് പ്രസംഗിച്ച് ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്ന ഇലക്ട്രോണിക്സ് ഉണർവ് നടത്താനല്ല ഞാൻ റാന്നിയിൽ നിന്ന് ഇവിടെ വന്നത്. ഇന്ന് രാത്രി നിങ്ങളുടെ മുട്ടുവേദനയും നിങ്ങളുടെ പല്ലുവേദനയും മാറുന്നതിനേക്കാൾ ഈ രാത്രി കിടക്കുന്ന കിടപ്പറ നിങ്ങളുടെ മരണയറയായി മാറിയാൽ, നിങ്ങളുടെ വിശ്രമം രക്ഷകന്റെ മാർവിലാകത്തക്ക വിധം നിങ്ങളെ പണതെടുക്കാൻ ഈ രാത്രി ദൈവാത്മാവ് ഒരുങ്ങുന്ന രാത്രിയാണെങ്കിൽ, കർത്താവെ എൻ്റെ പേരവിടെ കാണണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യെസ് ശബ്ദം ഉയരട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാര് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം കേട്ടോ. ഈ രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ പേരവിടെ കാണണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഒന്നാമത്തെ ആശയം, എൻ്റെ ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യരുത്. രണ്ടാമത്തെ ആശയം, പ്രവചന മുന്നറിയിപ്പിനെ അവഗണിക്കരുത്. മൂന്നാമത്തെ ആശയം, ഒരു വലിയ വേർതിരിവ് വരുന്നു. ഒരു കിടക്കയിൽ കിടക്കുന്നവർ പോലും രണ്ടായി വേർതിരിക്കുന്ന ഒരു വേർതിരിവ് വരുന്നു. അതിൽ ഏറ്റവും വലിയ വേർതിരിവ് അന്ത്യന്യായവിധിയുടെ വേർതിരിവാണ്. അതിൽ നീ കൈവിടപ്പെടരുത്. അതാണ് പരിശുദ്ധാത്മാവ് ഈ സുവിശേഷ യോഗം കൊണ്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ അടുത്ത കാലത്തെങ്ങ് ഇവിടുന്നെങ്ങും പോവുകയെന്നുള്ള മട്ടില്ല നമ്മുടെ ഇരിപ്പ്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇടത്തിരിക്കുന്ന ആളും പോക്ക, വലത്തിരിക്കുന്ന ആളും പോക്ക, പുറകിലിരിക്കുന്ന കൊച്ചും പോക്ക, മുൻപിലിരിക്കുന്ന കൊച്ചമ്മയും പോക്ക. ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ടെന്നും ഇവിടെ കാണും. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ജനനമെന്ന 3 അക്ഷരത്തിനും മരണമെന്ന 3 അക്ഷരത്തിനുമിടയിൽ ജീവിതമെന്ന നിന്റെ 3 അക്ഷരത്തിന് ഇനിയും എത്ര നാൾ ദൈർഘ്യമുണ്ട്? ചെവി തുറന്ന് കേൾക്കണേ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ പച്ച ചോദ്യം ഇതാണ്: ചത്തുപോകാൻ ഇനി എത്ര നാളുകൂടുണ്ട്? ഇത് പറയാനാണോ സുവിശേഷ യോഗം? ഈ ചത്തുപോയി എന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനല്ല പ്രയോഗം. ചത്തു അധികം പോയി സമം ചത്തുപോയി, അങ്ങനല്ല. സത്ത അധികം പോയി സമം സത്ത പോയി എന്ന് പറഞ്ഞാൽ ആളിന്റെ സത്ത പോയി. സത്ത പോയി എന്നുള്ളത് കാലക്രമത്തിൽ ലോപിച്ചു ലോപിച്ചു വന്ന് ചത്തുപോയി നാക്കിയതാ. മഹാഭാരത കഥകളിൽ ശ്രദ്ധേയമായ ഒരു താത്വിക കഥയുണ്ട്. യുധിഷ്ഠിരൻ വനവാസ സമയം സഹോദരങ്ങളെ വെള്ളത്തിന് പറഞ്ഞയച്ചതാണ് രംഗം. ഏറ്റവും ചിന്തനീയമാണ് ആ കഥ. വെള്ളത്തിൻ്റെ അടുക്കലെത്തിയിട്ട് ഓരോരുത്തരും വെള്ളം കോരി കൈക്കുമ്പിളിൽ വായോട് അടുപ്പിച്ചു.
പെട്ടെന്ന് ആള് മരിച്ചു വീണു. കാരണം ആ സമയത്തൊരു അശരീരി ശബ്ദം ആ ജലാശയത്തിന്റെ മുൻപിൽ ഉയർന്നു. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ വെള്ളം കുടിക്കരുത്, മരണം ഉറപ്പാകും. പക്ഷെ ആവേശം കൊണ്ട് വെള്ളം കുടിച്ചു പോയി ആൾ മരിച്ചു വീണു. 1, 2, 3, 4 മരണം തുടരുന്നു. ഒടുവിൽ പറഞ്ഞു വിട്ടയാൾ തന്നെ അവിടെ എത്തി. വെള്ളം കോരി വായോടടുപ്പിച്ചപ്പോൾ ഒരു ചോദ്യം ഉയർന്നു. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ വെള്ളം കുടിക്കരുത്, മരണം ഉറപ്പാകും. ആൾ ദാഹം കടിച്ചു പിടിച്ച് ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ്. വളരെ ചിന്തനീയമായ കഥയാണ്. ആദ്യം ഉയരുന്ന ചോദ്യം, ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? യുധിഷ്ഠിരൻ കൊടുക്കുന്ന മറുപടി ശ്രദ്ധിക്കണം. മറുപടി ഇതാണ്: ഇടത്തും വലത്തുമുള്ളവർ മരിച്ചു വീഴുമ്പോഴും ഞാൻ മാത്രം മരണം കാണാതെ ഇവിടെ തുടരുമെന്ന് മനുഷ്യൻ ധരിക്കുന്ന മിഥ്യാബോധമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങളോട് ചോദിക്കട്ടെ, അടുത്ത 100 വർഷം കഴിഞ്ഞ് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ചങ്കുറപ്പുള്ള എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? അങ്ങനെയുള്ളവരിന്ന് കൈ ഉയർത്തണം. അല്ല, യോഗം കഴിഞ്ഞ് എന്നെ ഒന്ന് കണ്ടേച്ചേ പോകാവൂ. എത്ര നാളുണ്ട് ഈ ഭൂമിയിലെ ആയുസ്? മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. 80 ഗുണം 365 സമം 29,200 ദിവസം. ശ്രദ്ധിക്കണേ, 29,200 കൊല്ലമല്ല. ചിലർ ഇടയ്ക്കിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, 29,200 കൊല്ലം അല്ല, 4000 ആഴ്ച, 29,200 ദിവസം. ഇതിനുള്ളിൽ ചിലര് പറയാ ഇനിയും ബാക്കിയുണ്ടെന്ന്. അല്ല, പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്ക കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന ഈ കൊച്ചു ജീവിതത്തിൽ തൊട്ടിലിനും പെട്ടിക്കും ഇടയിൽ മൊത്തം കിട്ടിയാൽ ഒരു 80 കിട്ടും. അല്പം കൂടെ അലവൻസോ ബോണസോ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നവർക്കും കഷ്ടം, നോക്കുന്നവർക്ക് അതിനെക്കാട്ടി കഷ്ടം. സ്തോത്രം. പണ്ടിരിക്കൽ ഒരപ്പച്ചൻ കൊച്ചുമോടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിച്ച ചങ്ങ് കരഞ്ഞു. എന്നെ അപ്പച്ച കരയെന്ന് ചോദിച്ചു. പറഞ്ഞു, എടി മോളെ, നിന്റെ വല്യമ്മ എൻ്റെ മോൾ എനിക്ക് വെള്ളം തന്ന് അവള് പോയി, അവിടെ മോൾ എനിക്ക് വെള്ളം തന്ന് അവളും പോയി, ഇപ്പൊ കൊച്ചുമോള് നീ എനിക്ക് വെള്ളം തരിക, നിന്റെ കാലം കൂടെ കഴിഞ്ഞാൽ ഈ ഉള്ളവൻ ആരാ വെള്ളം തരുന്നെന്ന് ഓർത്ത് കരഞ്ഞു പോയതാ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എത്ര നാളുണ്ട് ജീവിതം? ദൈവത്തിന് സ്തോത്രം. പഴയ ഒരു മലയാള കവി പാടി, ജീവിതം 7 അഭിനയ രംഗങ്ങളുള്ള നാടകമാണ്. ഒന്നാമത്തെ അഭിനയ രംഗത്തിൽ ചോരക്കുടം പോലൊരു കൊച്ചു കുഞ്ഞ് മലമൂത്ര വിസർജാദികൾ അണിഞ്ഞുകൊണ്ട് പഴംതുണിക്കീറ്റ് ധരിച്ച് പാളയ്ക്കകത്തു രംഗത്ത് വരുന്ന ഇതാദ്യം. ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും, ഞങ്ങൾ പാളയ്ക്കകത്തല്ല, പ്ലാസ്റ്റിക് പൊതിഞ്ഞ് ലേബർ റൂമിൽ നിന്ന് വന്നതാണെന്ന്. ആ ഘട്ടം കഴിഞ്ഞവരാ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. ഒന്നാമത്തെ രംഗം കഴിഞ്ഞു. രണ്ടാമത്തെ രംഗം, സ്തോത്രം, ഇത് കൊച്ചു കുട്ടികളുടെ ഒരു ഘട്ടമാണ്. ആ കൊച്ചു കുട്ടികളുടെ ഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം, പന്തും പടവും പമ്പരവും കറക്കി കളിച്ച് ചാടി കളിയോടി ആടി രംഗത്തിതാ വരുന്നൊരു കൊച്ചു പയ്യൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി. രണ്ടാമത്തെ രംഗം. മൂന്നാമത്തേത് കൗമാരത്തിലേക്ക് കയറി യൗവനത്തിന്റെ മുൻപുള്ള സമയമാ. മുഖവും മിനുക്കി തലയും മിനുക്കി ബനിയൻ ബനാറീസ് 703, പണ്ടത്തെ കൂടിയ ബനിയനാ. ദൈവത്തിന് സ്തോത്രം. വായിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് പുറപ്പെടും പമ്പര വിട്ടി, പിന്നെ തൊട്ടാ പൊട്ടുന്ന പ്രായം. വീതുളി, പഴുതാര, ബുൾഗാൻ ഒക്കെ അടിച്ച് സ്വന്തം ശരീരത്തെ മോഹരൂപത്തിൽ പ്രദർശിപ്പിച്ച് ഇറങ്ങുന്ന കൗമാരകാലം കഴിഞ്ഞ് യൗവനത്തിലെത്തി. അതേ സമയം കല്യാണത്തിലേക്ക് വരികയാണ്. ഈ കല്യാണത്തിലേക്ക് വരുമ്പോൾ വസ്ത്രധാരണത്തെ ഉൾപ്പെടെ
കവി സൂചിപ്പിക്കുകയാണ്. കാപ്പും ധരിച്ചൊരു ഭാര്യ പിൻപിൽ, പെങ്കോന്തനേവൻ പുറകേയി വണ്ണം, കാൺമാൻ ബൃഹത്താന്ത വിശേഷ വേഷം. ചിലരുടെ മുഖത്തോട്ട് നോക്കിയിട്ട് അതിൻ്റെ കാലം പ്രതീക്ഷയോടെ കാത്തു കഴിയുന്നു. ചിലർ എലിപ്പെട്ടിയിൽ വീണതുപോലെ ഇരിക്കുന്നു. കരമുയർത്തി സ്തോത്രം പറഞ്ഞേര്. ദൈവത്തിന് സ്തോത്രം. കല്യാണം കഴിച്ച് ആയിരിക്കുന്ന കാലം. ഇനി അടുത്ത് പിള്ളേരൊക്കെ ഉണ്ടായി അവരുടെ സെറ്റിൽമെൻറ്റിൻ്റെ സമയമാണ്. കെട്ടിക്കണം പെണ്ണിനെ, ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചിട്ടി കേട്ടോ. ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, പിള്ളേരെ കല്യാണം കഴിപ്പിച്ചൊന്ന് സെറ്റിൽമെൻ്റ് ആക്കണം. കെട്ടിക്കണം പെണ്ണിനെ, ഇങ്ങനെ ആയാൽ പോരാ, പിടിച്ചാട്ടൊരു ചിട്ടി കേട്ടോ. എന്നിട്ട് ഭർത്താവ് ഭാര്യയോട് തിരിച്ച് മറുപടി പറയുന്നതോ, പൊടി അവൾ പഠിക്കട്ടെ, നിനക്കെന്തറിയാം, കുടുംബകലഹം ബഹുവിശേഷം. ചിലരുടെ മുഖം പറയുന്നു, ഇന്നും കലഹിച്ചാ യോഗത്തിന് വന്നെന്ന്, അല്ലേ? സ്തോത്രം. ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പിള്ളേരെയൊക്കെ അയക്കുന്ന ആ ഒരു ഘട്ടം. ഇനി ഒടുവിലത്തെ ഒരു രംഗമുണ്ട് കേട്ടോ. കൈകാൽ പുളക്കുന്നു, പുറം കഴയ്ക്കുന്നു, അടുത്ത് തൻ മക്കൾ തിരുമിടുന്നു. കാർപ്പാസ ബീജാതി ബലാസുഗന്ധം ബലഷഷ്ടമാംഗം എന്ന് പറഞ്ഞാൽ അച്ചായന് ഇരിപ്പ്, തരിപ്പ്, മരപ്പ് ഒക്കെ തുടങ്ങുമ്പോൾ ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാലേ മനസ്സിലാകും. ഇടത്തുവശം ചേർന്നിരിക്കുമ്പം വലത്തുവശം ചേർന്നിരുന്നാൽ കൊള്ളാം, വലത്തുവശം ചേർന്നിരിക്കുമ്പം ഇടത്തുവശം ചേർന്നിരുന്നാൽ കൊള്ളാം, രണ്ടിടവും മരവിച്ച് കഴിയുമ്പം എഴുന്നേറ്റങ്ങ് നിന്നാൽ കൊള്ളാം, ഈ പുള്ളി ഒന്ന് നിർത്തിയാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന മോഭാവമില്ലേ? ദൈവത്തിന് സ്തോത്രം. മരപ്പും പെരുപ്പും തരിപ്പും ഒക്കെ തുടങ്ങുന്ന കാലം. കാർപ്പാസ ബീജാതി ബലാ സുഗന്ധം എന്ന് പറഞ്ഞാൽ അച്ചായൻ ആയുർവേദ മരുന്നൊക്കെ കുഴച്ചങ്ങോട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കാലം. ഇനിയും അവസാനത്തെ ഒരു രംഗമുണ്ട് കേട്ടോ. വൈദ്യൻ വരുന്നു, വലിവേറിടുന്നു, അയ്യോ വിളിക്കുന്നു വീടടങ്കം, കസ്തൂരി തേടുന്നു, താഴെ കിടത്തുന്നു, ഇഷ്ടം സമസ്തം നരനാടകാംഗം എന്ന് പറഞ്ഞാൽ നേരെ മോർച്ചറിയിലേക്ക്, തുടർന്ന് സെമിറ്ററിയിലേക്ക്. ഇതുകൊണ്ട് കഥ തീരുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതുകൊണ്ട് കഥ തുടങ്ങുകയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ കൂടപ്പിറപ്പെ ഈ രാത്രി ശ്രദ്ധിച്ചു കേൾക്കണം. ഇതുകൊണ്ട് കഥ തീരില്ല, ഇതുകൊണ്ട് കഥ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ സുഖലോലുപതയിൽ കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നത്. നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും, മാറി പൊതയ്ക്കാൻ പൊതപ്പില്ലെങ്കിലും, വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും, ഇന്ന് രാത്രി കിടക്കുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ എൻ്റെ വിശ്രമം എൻ്റെ രക്ഷകന്റെ മാർവിലാണെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഈ ചൂടിൻ്റെ അന്തരീക്ഷത്തിലും ഈ ഗ്രൗണ്ടിൽ ഇരുന്നൊന്ന് കരമടിച്ച് ആരാധിച്ചിട്ട് ശബ്ദമുയർത്തി വിളിച്ചു പറയണം, എൻ്റെ നിത്യതയെ ഉറപ്പാണ്. ആ ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രത്തോടെ വിളിച്ചു പറയണം, എൻ്റെ കൂടപ്പിറപ്പേ, മരണത്തോടെ കഥ തീരില്ല. അന്ത്യന്യായവിധി എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ കൺമുൻപിലുണ്ട്. നിന്റെ കണ്ണിന്ന് രാത്രി തുറക്കുന്ന രാത്രിയാകണം. നിന്നെ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വാദിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഈ രാത്രി സ്വർഗം തകർത്തെറിഞ്ഞിട്ട് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കുറിക്കാൻ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കേണ്ടതിന് കൃപ ലഭിച്ച ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ഈ ന്യായവിധി നടക്കുന്ന സ്ഥലം എവിടെയാണ്? ഈ ന്യായവിധി നടക്കുന്ന സമയം എവിടെയാണ്? ഈ ന്യായവിധിയുടെ പ്രധാന ജഡ്ജി ആരാണ്? ഈ ന്യായവിധിയുടെ സ്വഭാവം എന്താണ്? ഈ ന്യായവിധിയുടെ കക്ഷികൾ ആരൊക്കെയാണ്? ഈ ന്യായവിധിയുടെ സാക്ഷികളും തൊണ്ടി സാധനങ്ങളും എന്താണ്? ഈ ന്യായവിധിയുടെ വിധി എങ്ങനെ പുറപ്പെടും? ഈ ന്യായവിധിയുടെ പരിണിത ഫലം എന്താണ്? ഇന്ന് രാത്രി അന്ത്യന്യായവിധിയുടെ അഗ്നിപ്പൊയ്കയിൽ നിന്നും സ്വർഗം എന്നെ വിടുവിച്ചു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പോരാ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കുറിച്ചതിനാൽ. കേട്ടോ, ഇന്ന് രാത്രി ഇരിക്കുന്ന ദൈവവൈതലേ, നീ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ വായിലെ സ്തോത്രം കൊണ്ടറിയാം. ഇടത്തും വലത്തും ഇരിക്കുന്നവർ സ്തോത്രത്തോട് ആരാധിക്കാതിരിക്കുമ്പോൾ നിന്റെ അകം
ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ തിളയ്ക്കാൻ കാരണം എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് അകത്ത് ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്ന ഒരു രാത്രിയായി രാത്രി തീരണം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ ഈ രാത്രി വിശ്വസിക്കുന്നു, സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. എൻ്റെ യേശു തേജസ് ഉടുത്തുകൊണ്ട് ഈ യോഗത്തിന് നടുവിലൂടെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കരം ചില വ്യക്തികളെ ഇന്ന് രാത്രി ആഴത്തിൽ തൊടാൻ തുടങ്ങുകയാണ്. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കണം. ചില വ്യക്തികളുടെ നിത്യതയുടെ ദർശനം കാണാൻ അനുവദിക്കാതെ അവരുടെ കണ്ണുകളെ ബന്ധിച്ചിരിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ ഞങ്ങൾ ഇവിടെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ നിന്ന് സ്വർഗം അഴിച്ചു മാറ്റിയിട്ട് ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത് അടുത്തൊരു സുവിശേഷ യോഗം കേൾക്കാൻ നിനക്ക് അവസരം വരുന്നതിന് മുൻപ് മരണം നിന്നെ തേടിയെത്തും എന്നുള്ള ബോധ്യം കൊണ്ടാണ് പ്രിയ സജു പാസ്റ്ററെ കൊണ്ട് ഈ യോഗം ഇന്ന് രാത്രി ഇവിടെ ക്രമീകരിച്ചത്. മരണദൂതൻ നിന്റെ മുഖം മൂടുന്നതിന് മുൻപ്, മരണത്തിന്റെ അടയാളം നിന്റെ മർത്യ ശരീരത്തിൽ വെളിപ്പെടുന്നതിന് മുൻപ്, നിന്റെ ജീവൻ പൊലിയുന്നതിന് മുൻപ് ഇന്ന് രാത്രി യേശുവായി എൻ്റെ ഹൃദയം സമർപ്പിക്കുന്നെന്ന് പറയാൻ ഒരു വ്യക്തി ഇവിടെ ഒരുക്കപ്പെടുമെങ്കിൽ ഞങ്ങൾ ദൈവമക്കൾ ശക്തമായി ഈ രാത്രി പ്രാർത്ഥിക്കട്ടെ. രോഗശാന്തി എന്ന ഒരു പ്രതിഭാസത്തെക്കാൾ പാപശാന്തി എന്ന നിത്യതയുടെ പ്രതിഭാസം ഇവിടെ നടക്കാൻ കൊതിക്കുന്നെങ്കിൽ ഈ രാത്രി പ്രാർത്ഥിക്കണം. എൻ്റെ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടണം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണേ. മരണാനന്തരം ശരീരരഹിതമായി ആത്മാക്കൾക്ക് നിലനിൽപ്പുണ്ടോ? ഇതിന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കേണ്ട വിഷയമാണ്. മരണത്തോടുകൂടെ 6 അടി മണ്ണിൽ നീറിത്തീർന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തൊരായുസുണ്ടോ? സ്തോത്രം. പണ്ടൊക്കെ ഭക്തന്മാർ പാടി ആരാധിക്കുന്ന പാട്ടുണ്ടായിരുന്നു. ഇന്ന് പാടി ആരാധിച്ചാൽ അതിനൊന്നും അത്ര ആരാധന വരികയില്ല. കാണും ഞാനൻ മോക്ഷപുരേ, ചേർന്ന് പാടാമോ? താതൻ ചാരേ ശാലേം പുരേ, കാണും ഞാനൻ മോക്ഷപുരേ, താതൻ ചാരേ ശാലേം പുരേ. ഇവിടെ നമ്മെ പിരിഞ്ഞു മുൻ വിഹം ഗമിച്ച വിശുദ്ധരെ, ഇവിടെ നമ്മെ പിരിഞ്ഞു മുൻ വിഹം ഗമിച്ച വിശുദ്ധരെ, വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ, വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞ് അകന്നു പോയ വിശ്വസ്തരെ, അരുണ തുല്യമം ദ്യുതി വിളങ്ങിടും വിവിധമാം പ്രിയ മുഖങ്ങളെ, കാണും ഞാനൻ മോക്ഷപുരേ, താതൻ ചാരേ ശാൽ. പാട്ടറിയാവുന്നവരൊക്കെ ഇന്ന് കരം ഉയർത്തിക്കേ. ദൈവത്തിന് സ്തോത്രം. ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം, മാത്രമേ കരളിനരുളും ആനന്ദം. ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം സാനന്ദം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം, ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. കാണും ഞാനൻ താതൻ ചാരേ, രാത്രിയിൽ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. കണ്ടോ, എല്ലാവരുടെയും മിഴിച്ചെന്നെ നോക്കുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴുമൻ രഥത്തിൻ്റെ ചക്രം. ശബ്ദം ഉയർത്തി പാടിക്കേ. അപ്പോഴുമൻ, എല്ലാവരും കൂടെ ചേർന്ന്, ആകെയൽപ
നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. ഓ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയ സജിപാസ്റ്റ് ഇവിടെ യോഗം ക്രമീകരിച്ചതിന്റെ പുറകിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട്. ഈ രാത്രി എന്റെ കൂടപ്പിറപ്പെ നീ കേൾക്കുന്ന സന്ദേശം, ഈ ദൂതിന്റെ സമാപനം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ഒടുവിലത്തെ കേൾവിയാണോ അല്ലെന്ന് ആർക്കറിയാം. ഒരിക്കൽ ഒരു കർത്തൃദാസന്റെ മകൾ സ്കൂളിലേക്ക് പോകാൻ നേരത്ത് പപ്പായോട് പറഞ്ഞു, പപ്പ എനിക്കൊരു ട്രാക്ട് വേണം. എന്തിനാ മോളെ നിനക്ക് ട്രാക്ട്? ഒരാൾക്ക് കൊടുക്കാനാ. സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള പ്രേരണയിൽ ഈ കുഞ്ഞ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ട്രാക്റ്റും വാങ്ങിച്ച് സ്കൂളിൽ പോയി. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു ഒലിപ്പതോടിൻ്റെ ഭാഗത്ത് വണ്ടിയിൽ ഇറങ്ങി, സ്കൂൾ ബസ്സിൽ ഇറങ്ങി. അന്നേരമാണ് ഓർത്തത് ട്രാക്ട് ആർക്കും കൊടുക്കും. സ്കൂൾ ബാഗ് തുറന്ന് ട്രാക്ട് എടുത്ത് തൊട്ട് മുൻപിലത്തെ കടവിൽ പശുവിനെ കുളിപ്പിച്ചുകൊണ്ട് കയറെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചേട്ടൻ്റെ അടുക്കൽ കൊണ്ട് അതങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് വായിക്കണം കേട്ടോ. അദ്ദേഹം വാങ്ങിച്ചു നോക്കിയപ്പോൾ യേശു എന്ന രക്ഷയെന്നൊക്കെ കണ്ട് ചുരുട്ടിക്കൂട്ടി വെള്ളത്തിലോട്ടിട്ടു. എന്നിട്ട് തിരിച്ചൊരു ചോദ്യം, നിന്റെ അപ്പനെ പോലെ നീയും മതപരിവർത്തനത്തിന് ഇറങ്ങിയിരിക്കുക അല്ലേ? ആ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങ് തിരിച്ച് വീട്ടിൽ കയറിപ്പോയി. പക്ഷേ അന്ന് രാത്രി ഈ മനുഷ്യൻ തിരിച്ച് വീട്ടിൽ ചെന്നില്ല. അന്വേഷിച്ചിറങ്ങിയ നാട്ടുകാർ താഴത്തെ ആറ്റുകടവിൽ വേരുകെട്ടുകൾക്കിടയിൽ ഡെഡ് ബോഡി കണ്ടുപിടിച്ചു. സ്തോത്രം. ചുഴലി രോഗ ബലഹീനനായി മനുഷ്യൻ ചില മിനിറ്റുകൾക്കുള്ളിൽ ചുഴലി രോഗം വന്ന് ലോകത്തോട് വിട പറഞ്ഞതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയാനല്ല ഞാൻ വന്നത്. അവസാനമായി അയാളുടെ കൈകളിലേക്ക് ഒരു ട്രാക്ട് എത്തിക്കാൻ ഒരു കൊച്ചു പെൺകുട്ടിയെ ദൈവം ഉപയോഗിച്ച പ്രേരണയുടെ പുറകിൽ വ്യാപരിച്ച അതേ ദൈവശക്തിയാണ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ കടന്നു വന്നിരിക്കുന്ന നിന്നോട് നിത്യജീവന്റെ വചനം അറിയിപ്പാൻ ഇവിടെ വ്യാപരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ ഈ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങണം. മരണാനന്തരം ശരീരരഹിതമായി. ഞാൻ സമയച്ചുരുക്കം കൊണ്ട് ഈ വസ്തുത തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളോട് ഞാനൊരു വസ്തുത പറയട്ടെ. നിങ്ങൾക്കറിയാമോ ധനവാന്റെ ഈ ലാസറിന്റെ ഈ സംഭവകഥ? ധനവാൻ മരണത്തിന് ശേഷം അന്തരീക്ഷത്തിൽ ലയിച്ചവനല്ല, 6 അടി മണ്ണിൽ നീറിത്തീർന്നവനല്ല, സംസാരിക്കാൻ കഴിവുള്ള, തീജ്വാലയുടെ പൊള്ളലേൽക്കാൻ കഴിവുള്ള, ഒരു തീക്കുണ്ടത്തിൽ പിടയുന്ന ആളത്വവും അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിക്കുന്ന ലാസറിന്റെ സത്യമാണെങ്കിൽ 9200 അടി പൊക്കമുള്ള മഞ്ഞു പെയ്യുന്ന ഹെർമോൻ പർവ്വതത്തിന് മുകളിൽ ഒരലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്ത വിധത്തിൽ യേശുവിൻ്റെ വസ്ത്രം വെണ്മയായപ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മരിച്ചു മൺമറഞ്ഞ മോശ യേശുവിനോട് സംസാരിക്കുന്നത് പത്രോസ്, യാക്കോബും യോഹന്നാനും നേരിട്ട് കണ്ടത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും അടുത്ത 1000 കൊല്ലം കഴിഞ്ഞാലും അന്തരീക്ഷത്തിൽ ലയിക്കില്ല, നിത്യതയിൽ കാണുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ രാത്രി എത്രത്തോളം കൈകൾ തലയ്ക്ക് മുകളിൽ ഉയരാമോ അത്രത്തോളം കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണം. ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ അന്ത്യന്യായ വിധി ഘട്ടത്തിൽ എൻ്റെ നിത്യത എങ്ങനെ ചിലവഴിക്കപ്പെടും? റേമൻ മൂഡി എന്ന നിരീശ്വര ശാസ്ത്രീയ റിപ്പോർട്ടാണ് പറയുന്നത്. ദൈവാസ്തയ്ക്ക് നിഷേധിയാണ്. അദ്ദേഹം തന്റെ ക്ലിനിക്കിൽ ഒരു കാർഡിയാക് പേഷ്യന്റിനെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഹൃദയാഘാതമാണ് വിഷയം. ആൾ മരിക്കുന്നു. ക്ലിനിക്കലായി മരണം സർട്ടിഫൈ ചെയ്ത ഈ ബോഡിയുടെ മൂക്കിൽ പഞ്ഞി കുത്തി തിരികെ, ചെവിയിൽ പഞ്ഞി കുത്തി നിറച്ച്, ശരീര സ്പിരിറ്റ് കൊണ്ട് തുടച്ച് ഫ്യൂണറൽ ഹോമിലേക്ക് കൊടുത്തുവിടാൻ ഡെത്ത് റൂമിൽ ഡോക്ടർ നേഴ്സുമാർ ശരീരം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബോഡിയുടെ കൺപോളകൾ ചലിച്ചു. നേഴ്സ് ഓടിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ആ ബോഡിയുടെ കൺപോളകൾ ചലിക്കുന്നു. പ്രഥമ ശുശ്രൂഷകൾ വേഗം നൽകി. ഇയാളിൻ്റെ ജീവൻ തിരികെ വന്നു. ഇദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ അനുഭവം എന്താണ്? അദ്ദേഹം പറഞ്ഞത് കേൾക്കണോ? താങ്കൾ എന്നെ ഉപകരണം വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ പോയി എന്ന് പറയുന്നത് ഞാൻ നന്നായി കേട്ടു.
എൻ്റെ ശരീരത്തിനകത്തുനിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ ഒരു രൂപം പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ ബാഹ്യ രൂപത്തിന് തുല്യമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വേഗം മുകളിലേക്ക് ഉയർന്നു. എൻ്റെ കൂടെ മറ്റൊരാൾ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു വഴിയുടെ വാതിക്കലെത്തി. എന്നോട് കൂടെ വന്ന ആളിനെ അകത്തേക്ക് വിളിച്ചു. എന്നോട് മടങ്ങിപ്പോകൂ എന്നൊരു ശബ്ദം കേൾക്കായി വന്നു. ഞാൻ യാന്ത്രികമായി ശരീരത്തിൽ തിരികെ പ്രവേശിച്ചു. കരമുയർത്തി ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്തേ. പോരാ, ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തിൽ നിന്ന് മഹത്വം അർപ്പിക്കണം. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ, ഈ നിരീശ്വരവാദി അന്വേഷണം ആരംഭിച്ചു. മരിക്കാൻ കിടക്കുന്ന ഡെഡ് ബോഡികളെ നടത്തിയ 100ഓളം റിസർച്ചുകളുടെ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന തൻ്റെ ഗ്രന്ഥത്തിന്റെ ഒടുവിലത്തെ വരികളിൽ താൻ ഇങ്ങനെ കുറിച്ചു: കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ പഠിച്ചാൽ മരണം മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യമല്ല, മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് ശബ്ദമുയർത്തി വിളിച്ചു പറയുന്നു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നെങ്കിൽ ഈ രാത്രി കൃപ ലഭിച്ച ദൈവപൈതലേ, പുനരുത്ഥാനം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഈ ഗ്രൗണ്ടിലിരുന്ന് ഈ സ്തോത്രം പോരാ, ആരൊക്കെ അപമാനിച്ചാലും ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി ഞാൻ പോയി കിടന്ന് ഉറങ്ങുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ എൻ്റെ വിശ്രമം എൻ്റെ രക്ഷകന്റെ മാർവിലാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ശബ്ദമുയർത്തി ശക്തിയോടെ ദൈവത്തിന് നിത്യതയെന്ന് കരമുയർത്തി പറഞ്ഞ് പോരാ, ആ കരങ്ങൾ ഉയർത്തി നിത്യതയെന്ന് വാ തുറന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന രാത്രി ഇന്ന് രാത്രി കാൽമാവിൽ സ്തോത്രം ചെയ്യുന്ന ദൈവപൈതലേ, പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ആഴത്തിൽ വിളിച്ചു പറയുന്നു, അതിന്റെ സമയം അടുത്തു വരികയാണ്. മാനവജാതിയുടെ ചരിത്രം ഒരു ഭീകര കാലത്തേക്ക് നീങ്ങുന്നു. ഇതിനപ്പുറത്ത് ഒരു അന്ത്യന്യായ മനുഷ്യരെ കാത്തിരിക്കുന്നു. ഇനിയും ഒന്നാമത്തെ വിഷയം, ഈ ജഡ്ജി ആരാണ് എന്ന് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ആരാണായിരിക്കുന്ന ജഡ്ജി? ഞാൻ പറയാം. ഇരിക്കുന്ന ജഡ്ജി സോക്രട്ടീസ് അല്ല, പ്ലേറ്റോ അല്ല, അരിസ്റ്റോട്ടിൽ അല്ല, മുഹമ്മദ് നബി അല്ല. സ്തോത്രം. ലോകത്തിലെ ഒരു ബുദ്ധിരാക്ഷസന്മാരും മതസ്ഥാപകന്മാരും ആരുമല്ല. ആ ഇരിക്കുന്നത് ആരാണെന്ന് ഈ വിശുദ്ധ ബൈബിൾ പറയുന്നു. പിതാവാരെയും ന്യായം വിധിക്കാതെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ് ജഡ്ജിയായി വെളിപ്പെടാൻ തുടങ്ങുന്നത്. അതിന്റെ കാരണം മനുഷ്യ കുലത്തിൽ നിന്ന് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ. അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. അവനാണ് ജഡ്ജിയായി വരാൻ തുടങ്ങുന്നത്. ശ്രദ്ധിക്കണേ. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോകാം. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിന് അടുക്കൽ ദയാഹർജി കൊടുക്കാം. അവിടെയും വിധി തള്ളിയാൽ ഗതികേടിലാണ്. ഞാനൊരു കൊച്ചു കാര്യം ചോദിക്കട്ടെ. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റു, ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോയി. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി. ഹൈക്കോടതി കേസ് കൊടുത്ത് തോറ്റു, പ്രസിഡന്റിന് അടുക്കൽ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി. സുപ്രീം കോർട്ടിലും കേസ് കൊടുത്ത് തോറ്റു, പ്രസിഡന്റിന് അടുക്കൽ ദയാഹർജി കൊടുത്തു. ഒടുവിൽ അതും തള്ളി കക്ഷിയെ തൂക്കിലിടാൻ വിധിച്ചു. വിധി നടപ്പിലാക്കുന്നതിന്റെ തലേ രാത്രി ഒരു പോലീസുകാരൻ സെല്ലിലേക്ക് എത്തി നോക്കിയപ്പോൾ കക്ഷി ചത്തു കിടക്കുന്നു. അങ്ങനായാൽ എങ്ങനാകും വിധി? മരണം തൂക്കിക്കൊലയായി നടപ്പിൽ വരുത്തുന്നതിന് മുൻപ് വിധിക്കപ്പെട്ട കക്ഷി സ്വാഭാവികമായി മരിച്ചാൽ എന്തായിരിക്കും വിധിയുടെ സ്വഭാവം? പറയാം, വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഈ അവസാന മിനിറ്റിൽ പറയട്ടെ, ആരൊക്കെ എങ്ങനൊക്കെ മരിച്ചാലും, വിഷം കുടിച്ച് മരിച്ചാലും, കിണറ്റിച്ചാടി ചത്താലും, സ്തോത്രം, അത് തൂങ്ങിച്ചത്താലും, എങ്ങനെ മരിച്ചാലും മരണം കൊണ്ട് വിധി അസാധുവാക്കാതെ
ചത്തുകിടക്കുന്നവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ നസറേയനായ യേശു എന്ന ഒരു ജഡ്ജിയാണ് എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ആമേൻ പറയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ആ ജഡ്ജി നസറേയനായ യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ലോകത്തിൽ ഒരുപാട് കല്ലറകൾ നിറഞ്ഞ സ്ഥലമുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്ലറ പട്ടണം വെസ്റ്റ്മിനിസ്റ്റർ ആബയാണ്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബൈ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകാം. അങ്ങോട്ട് കയറി ചെല്ലുന്നതിൻ്റെ അടുക്കൽ തന്നെ വേദപുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത കിങ് ജെയിംസിൻ്റെ കല്ലറയുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു കാലഘട്ടം ആഫ്രിക്കയിൽ അധ്വാനിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മരണം വരിച്ച് ഹൃദയം ആഫ്രിക്കയോടുള്ള ബഹുമാനാർത്ഥം എടുത്ത് ആ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ശരീരം 40 ദിവസം വെയിലത്തിട്ടുണക്കി തലച്ചുമട കൊണ്ടുവന്ന് വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ ശവമടക്കിയ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ കല്ലറ നിങ്ങൾക്ക് നേരിട്ട് കാണാം. നിങ്ങൾ സലാലയിലെത്തിയാൽ ഇയ്യോബിന്റെ കല്ലറ നിങ്ങൾക്ക് നേരിട്ട് കാണാം. നിങ്ങൾ മക്കപ്പേല ഗുഹയിലെത്തിയാൽ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, ലേയയുടെ ശവകുടീരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. മക്കയിലെത്തിയാൽ മുഹമ്മദ് നബിയുടെ ശവകുടീരം നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, സലാലായിൽ ഇയ്യോബിന്റെ ശവകുടീരത്തിന് മേൽമൂടി ഉടച്ചു മാറ്റി. എന്തിന്? മക്കപ്പേല ഗുഹയിൽ പിതാക്കന്മാരുടെ ശവകുടീരത്തിന്റെ മേൽമൂടി ഉടച്ചു മാറ്റി. അതിൽ നിന്ന് ഒരു പിടി ശവധൂളികൾ വാരിയെടുത്ത് ഇവിടുത്തെ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ പിതാക്കന്മാരുടെ തിരുശേഷിപ്പുകളുടെ അവശിഷ്ടങ്ങൾ അതിനകത്ത് നിന്ന് ശാസ്ത്രത്തിന് വേർതിരിച്ചെടുക്കാൻ കിട്ടും. എന്നാൽ തിരുശേഷിപ്പ് അവശേഷിപ്പിക്കാതെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ ഒറ്റ കല്ലറയേ ഉള്ളൂ. അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവിന്റെ കല്ലറയാണ്. അവൻ ഉയർത്തത് കൊണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഉറപ്പോടെ പറയുന്നു, പുനരുത്ഥാനം യാഥാർത്ഥ്യമാണ്. ജഡ്ജി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം, ആ നിൽക്കുന്നത് ആരാണ്? സ്തോത്രം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. ഒരിക്കൽ കൂടെ ശക്തിയോടെ. ഇന്ന് രാത്രി മരിച്ചാൽ 6 അടി മണ്ണിൽ നീറി തീരില്ല. തീരുന്ന ശരീരം പൊടിയായി മാറിയാലും ആ മുഖം വീണ്ടും തെളിയും, ആ കാലുകൾ വീണ്ടും ചലിക്കും. ഇന്ന് രാത്രി ആ പ്രത്യാശ അകത്തുന്ന ദൈവമക്കളാ ഇവിടെ നിന്ന് രാത്രി സ്തോത്രത്തോടെ പറയുന്നത്, മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി എന്നെ ഒരുക്കിയത് യേശുവിന്റെ പരിശുദ്ധ രക്തമാണ്. നിങ്ങൾക്കറിയാമോ സാധു സുന്ദരസിംഗിനെ? അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഒരു അനുഭവം കുറിക്കുന്നുണ്ട്. താൻ ഹിമാലയ മേഖലയിൽ ഒരിക്കൽ ധ്യാന നിമഗ്നനായിരിക്കുമ്പോൾ പെട്ടെന്ന് വെളിപ്പാടിൽ യോഹന്നാനെ പോലെ ആത്മവിവശതയിൽ ശരീരത്തിന് പുറത്തേക്ക് ഇറങ്ങി. പറുദീസയിലേക്കുള്ള പ്രവേശനം എന്നാണ് താൻ അതിനെ വിശകലനം ചെയ്യുന്നത്. തൻ്റെ കൺമുൻപിലേക്ക് അദ്ദേഹം എഴുതുകയാണ്. തൻ്റെ കൺമുൻപിലേക്ക് തേജസ്വിയായ ഒരാൾ അടുത്തു വന്നു, സുന്ദരസിംഗിന്റെ അടുക്കലേക്ക് വന്നയാൾ ചോദിച്ചു, സാർ എന്നെ അറിയുമോ? സ്തോത്രം. ഒന്ന് കരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. നിത്യതയെന്ന് വാ തുറന്നൊന്ന് പറയാമോ? കരമൊന്ന് ഉയർത്തി. ഓ, അത്രയും പോരല്ലേ, ശക്തിയോടെന്ന് പറഞ്ഞേ. ഈ മുട്ടുവേദന മാറ്റാനുള്ള ടെക്നിക്കല്ല സുവിശേഷ യോഗം. ഇന്ന് രാത്രി മരിച്ചാൽ നിന്നെ നിത്യതയ്ക്കായി ഒരുക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെന്ന് ഉയർത്തിപ്പിടിച്ച് ഈ നാട് മുഴങ്ങത്തക്ക വിധം പ്രത്യാശയുള്ള ദൈവമക്കൾ ഒന്നിച്ച് വിളിച്ചു പറഞ്ഞാട്ടെ, നിത്യത. അടുക്കലേക്ക് വന്നിട്ട് ആള് ചോദിച്ചു, സാർ എന്നെ അറിയുമോ? അപ്പോൾ സുന്ദരസിംഗ് പറഞ്ഞു, അറിയില്ലല്ലോ, ഒന്ന് പരിചയപ്പെടുത്തിക്കാട്ടെ. അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച മുമ്പ് ഇന്ന കുഷ്ഠരോഗി ആശുപത്രി താങ്കൾ സന്ദർശിച്ച് ഓർക്കുന്നു. അവിടെ പച്ച മറയ്ക്കകത്ത് മൂക്കും കൈവിരലുകളുമൊക്കെ കുഷ്ഠം വന്ന് ദ്രവിച്ചിരുന്നു പോയ ഒരു ശരീരത്തിൻ്റെ അടുക്കലിരുന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ പറഞ്ഞു തന്നത് ഓർക്കുന്നു. ആ വ്യക്തിയാണ് ഞാൻ. ഇന്ന ദിവസം ഇത്രാം തീയതി ആ ഹോസ്പിറ്റലിൽ ഞാൻ മരിച്ചു. മരിച്ചതോടെ ഈ ലോകത്തിലേക്ക് ഞാൻ കയറി വന്നു. സാർ നോക്ക്, എൻ്റെ മുറിഞ്ഞുപോയ മൂക്കും എൻ്റെ ഇരുന്നുപോയ വിരലും തേജസ്സിൽ തിരിച്ചു വന്ന് യേശുവിന് തുല്യമായി കഴിഞ്ഞു.
പെട്ടെന്ന് ആത്മനിദ്രയിൽ നിന്ന് ഉണർന്ന ഈ ദൈവദാസന ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ആ ആത്മലോകത്തിൽ ആ ആളത്വം പറഞ്ഞ സമയം, താൻ പറഞ്ഞ സമയം മരണം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. എന്തെന്നറിയാമോ? ആ വ്യക്തി ആത്മലോകത്തിൽ വെച്ച് മരണസമയം പറഞ്ഞ ടൈം തന്നെയാണ് ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ കുറിച്ചിരിക്കുന്നത്. ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കരം അടിച്ചിട്ട് ഇരിക്കുന്ന ദൈവമക്കളിൽ പ്രത്യാശയുള്ളവർ പറയണം, ഇന്ന് ചിലർക്കിത് മനസ്സിലായില്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ചൂണ്ട നിന്റെ ചെകളയിൽ കയറി കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാകുന്ന ദിവസങ്ങൾ വരുന്നു. ഈ രാത്രി ദൈവ തേജസ് ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലെങ്കിൽ നിന്റെ ഓഹരി കത്തുന്ന നരകമാണ് കൂടപ്പുറപ്പേ. ഈ രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഒരു വാ പോലും അടഞ്ഞിരിക്കരുത് കേട്ടോ, ഒരു വാ പോലും അടഞ്ഞിരിക്കരുത്. ഞാൻ വിശ്വസിക്കുന്നു ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ചില വ്യക്തികളെ ഇവിടെ ആഴത്തിൽ തൊടാൻ തുടങ്ങുകയാണ്. സമയം എപ്പോഴായിരിക്കും? മഹോപദ്രവത്തിന് ശേഷം, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് കഴിഞ്ഞ് മഹോപദ്രവത്തിന് ശേഷം സഹസ്രാബ്ദ വാഴ്ചയുടെ ഒടുവിൽ ദൈവം ഒരുക്കുന്ന വിധാന മേഖലയിൽ ആകാശവും ഭൂമിയും മാറി സജ്ജമായി നിൽക്കുന്ന സമയം എൻ്റെ ദൈവം ന്യായവിധിക്കായി ഒരു പ്രതലം ഒരുക്കും. ഇത് സങ്കല്പമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഓ രക്തത്താൽ ജയം. ഇതിന്റെ സമയം അപ്പോഴാണെങ്കിൽ, ഇതിന്റെ സ്ഥലം സ്വർഗത്തിന്റെ പ്രത്യേകം ഒരുക്കപ്പെട്ട മേഖലയാണെങ്കിൽ, അതിന്റെ ജഡ്ജി ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവായിരിക്കും. ആ സിംഹാസനത്തിന്റെ സ്വഭാവം പരിശുദ്ധിയായിരിക്കും. അവിടെ വെളിപ്പെടാൻ തുടങ്ങുന്നത് ഓ രക്തത്താൽ ജയം. ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാൻ വിളിക്കപ്പെട്ടെങ്കിലും അതിനെ അവഗണിക്കുന്ന നീ ആ ന്യായാസനത്തിന് മുൻപാകെ പേർ വിളിക്കുന്ന സമയം വിധിക്ക് മുൻപിൽ വെളിപ്പെട്ടു വരും. രക്തത്താൽ ജയം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പേ, ഇന്ന് രാത്രി ചില മിനിറ്റുകൾക്കുള്ളിൽ ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ പേര് അവിടെ കാണണം കർത്താവേ എന്ന് കൊതിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, അല്ല ദൈവമക്കളൊക്കെ തലയ്ക്ക് മുകളിൽ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി യേശുവേ, വാ തുറക്കട്ടെ, വാ തുറക്കട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കണം കേട്ടോ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. വ്യാജമായ സുവിശേഷ യോഗങ്ങളിൽ യേശുവിനെ അല്ലാതെ പലതും പ്രസംഗിച്ച് സദസ്സിനെ, ദൈവത്തിന് സ്തോത്രം, വൈകാരികമായി ഇക്കിളിക്കിടുമ്പോൾ ഇന്ന് രാത്രി തെളിഞ്ഞ സുവിശേഷത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ ചില വ്യക്തികൾക്ക് നേരെ ചങ്കിൽ അമ്പെന്നതുപോലെ ദൈവാത്മാവ് ഇന്ന് രാത്രി അയക്കുകയാണ്. നീ പോയി കിടന്നുറങ്ങുന്ന കിടപ്പ നിന്റെ മരണയറയായി മാറിയാൽ നിന്റെ ജീവിതത്തിന്റെ ഭാവി നരകത്തിയെ വിഴുങ്ങപ്പെടാതിരിക്കാൻ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് എത്രത്തോളം ശബ്ദമുയർത്തി, പോരാ പോരാ, ശബ്ദമുയർത്തി വിളിക്കാമോ അത്രത്തോളം ശബ്ദമുയർത്തി യേശുവേ എന്നിന്ന് രാത്രി വിളിക്കുമെങ്കിൽ നിന്റെ നിലവിളിക്ക് മുൻപിൽ സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വന്ന് നിന്റെ മേൽ വ്യാപരിക്കുന്ന മരണത്തിന്റെ വിഷ എടുത്തു മാറ്റി നിന്നെ പറുദീസയ്ക്ക് അർഹനാക്കാൻ എൻ്റെ കർത്താവിന്റെ കരം ചലിക്കുന്ന കാഴ്ച ഞാൻ ആത്മ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ദൈവമക്കൾ ഒന്നിച്ച് ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഓ രക്തത്താൽ ജയം. പ്രാർത്ഥന ഉയരട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂട ചുടുനിണമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി, അർത്ഥനഗ്നനായി കാൽവറിയിൽ പിടഞ്ഞു മരിച്ച എൻ്റെ രക്ഷകന്റെ മരണം എൻ്റെ പാപമോചനത്തിനുള്ള എൻ്റെ ദൈവത്തിന്റെ പദ്ധതി എന്ന് ആ നെഞ്ചോട് ചേർത്ത കൈകളോടെ യേശുവേ എന്ന് വിളിച്ച് ഒന്ന് അലറിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്നെ കാത്തു നിൽക്കുന്ന കത്തുന്ന നരകത്തെ വഴിമാറ്റി നിന്നെ പറുദീസയ്ക്ക് അർഹനാക്കാൻ എൻ്റെ യേശുവിന്റെ കരം ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ ചലിക്കുകയാണ്. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ചില വ്യക്തികളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ഇരുട്ടിന്റെ ബന്ധനങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ യേശുവിന്റെ രക്തത്താൽ അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. തേജോമയമായ ഒരു കരം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ട് ഈ ഗ്രൗണ്ടിനകത്ത് മാത്രമല്ല ഈ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് ചില വ്യക്തികൾ നടന്നു നീങ്ങുമ്പോൾ അവരെ സ്വർഗം തൊടുന്ന
ഇന്ന് രാത്രിയാണ് ഈ സോഷ്യൽ മീഡിയയുടെ പരിധിക്കകത്ത് ഈ ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ശരീരങ്ങളുടെ മേൽ മരണത്തിന്റെ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. ചില ബയോപ്സി റിപ്പോർട്ടുകൾ ക്യാൻസറായി മാറിയത് നിന്റെ മരണം അടുത്തു എന്ന മുന്നറിയിപ്പല്ലേ? എന്നാൽ ഇന്ന് രാത്രി ആ മരണദൂതന്റെ പിടിയെ മുറിച്ചു മാറ്റി നിന്റെ ജീവന്റെ പുസ്തകം പേരുള്ളവനാക്കാൻ യേശുവിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി വാ തുറന്ന് പ്രാർത്ഥിക്കണം. ഞാൻ കൈവിടപ്പെടരുത്. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാവുന്ന ദൈവമക്കൾ എല്ലാവരും ഈ ഗ്രൗണ്ടിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഒരു നിമിഷം ഒന്ന് കണ്ണു തുറക്കണേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിഷ്കളങ്കമാണ് പ്രാർത്ഥനയെങ്കിൽ, പറയാം, നിഷ്കളങ്കമാണ് പ്രാർത്ഥനയെങ്കിൽ ഇന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ കുടുംബത്തെ ഭരിക്കുന്ന കെട്ടുകളെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ കരം ചലിക്കുകയാണ്. രക്തത്താൽ ജയം. അപ്പൻ ഹൃദയാഘാതത്താൽ ലോകത്തോട് വിട പറഞ്ഞ അമ്മ അടുത്ത വീട്ടിൽ തേച്ചുമഴയ്ക്ക് ജീവിക്കുന്ന ഒരു സാധുവായ മാതാവ് സാക്ഷ്യം പറഞ്ഞു. എൻ്റെ കുഞ്ഞെൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, മമ്മി എനിക്ക് ചെരുപ്പ് വേണം. ഞാൻ പറഞ്ഞു, മോനെ പണമില്ല. 3 ദിവസം അതെ വൈകിട്ട് കിടക്കും മുൻപ് കട്ടിൽ എഴുന്നേറ്റിരുന്ന് അവൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. 3-ാം ദിവസം അടുത്ത വീട്ടിലെ ധനാഢ്യനായൊരു മനുഷ്യൻ ഒരു ബാഗ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇതിനകത്തൊരു ചെരുപ്പുണ്ട്, നിങ്ങളുടെ മകന് വേണേ കൊടുത്തേക്കാൻ. ഞാൻ ഇന്ന് രാത്രി പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറയാം, നിന്റെ കുടുംബം കടന്ന ഏത് വിഷയത്തിന് നടുവിലും നിഷ്കളങ്കമാണ് പ്രാർത്ഥനയെങ്കിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള യേശുവിന്റെ കരമാണ് ഇതിനകത്ത് ചലിക്കുന്നതെന്ന് ഉറപ്പോടെ ഞാൻ വിളിച്ചു പറയുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, ഇന്ന് രാത്രി നീ കിടക്കുന്ന കടപ്പറ നിന്റെ മരണയറയായി മാറിയാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? നീ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണോ? ഗ്ലോറി, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് പുറകിൽ രാവിലെ സമയം യാത്ര ചെയ്ത ഒരു പ്രഭാത യാത്രയ്ക്ക് ഇറങ്ങി വരുമ്പോൾ ചിലർ ഓടി പറഞ്ഞു, പാസ്റ്റർ അറിഞ്ഞോ, സണ്ണി ബ്രദർ മരിച്ചു. ഞാൻ ചോദിച്ചു, സണ്ണി ബ്രദറോ? ഞാൻ ഇന്നലെ കണ്ടിരുന്നല്ലോ. പറഞ്ഞു, ഓടി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പച്ചത്തുണി മൂടിയിട്ടിരിക്കുക. അടുത്ത് നിന്ന് കരയുന്ന ഭാര്യ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റതാ, ചായ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പ്രാർത്ഥന കഴിഞ്ഞ് പറഞ്ഞ് പുറത്തെ സിറ്റ് ഔട്ടിലെ സോഫയിലോട്ട് നിരുന്നു. ഞാൻ ചായ ഉണ്ടാക്കി തിരിച്ചു ചെന്നപ്പോഴേക്കും വെട്ടി വിയർത്ത് മരവിച്ചതുപോലെ പൾസ് പോയിരിക്കുകയാണ്. ഇതിനിടയിൽ മരണം സംഭവിച്ചു. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ഞാനും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവിലകമല്ല, നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ പുഷ്പക്കൊടിയാണ്. ശരീരരോഗം പരിഹരിക്കപ്പെട്ടാലും, ക്യാൻസർ മാറിയാലും, ഹൃദയാഘാതം മാറിയാലും 80 കൊല്ലം കഴിഞ്ഞാൽ മരണം നിന്നെ ഏതെങ്കിലും ഒരു ദിവസം തേടിയെത്തും. എന്നാൽ പാപരോഗം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നിത്യ നരകം നിനക്കായി കാത്തു നിൽക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിന് പരിഹരിക്കാൻ കഴിയുന്ന ഒരൗഷധമേ ഉള്ളൂ. അത് യേശുവിന്റെ കാൽവറി രക്തമാണ്. അതെനിക്ക് പാപമോചനത്തിന് വേണമെന്ന് കൊതിക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും എൻ്റെ ഹൃദയഭേദകമായി ഓർക്കുന്ന രംഗമാണ് എൻ്റെ അമ്മയുടെ മരണരംഗം. മുത്തൂറ്റ് ഹോസ്പിറ്റൽ റാന്നിക്ക് സമീപം ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കഴിയുമ്പോൾ കോവിഡ് ബാധയിൽ എൻ്റെ അമ്മ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ, എൻ്റെ അമ്മയുടെ അടുക്കൽ ICU യൂണിറ്റിൽ ചെല്ലുമ്പോൾ എൻ്റെ മർമ്മര ശബ്ദം കേട്ടാലുടൻ, മോനെ നീ വന്നോ എന്ന് എൻ്റെ അമ്മ ചോദിക്കുമായിരുന്നു. ഗന്ധം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഒക്കെ അമ്മമാർക്ക് മക്കളുടെ സാന്നിധ്യം കണ്ണ് തുറന്നില്ലെങ്കിലും അറിയാം എന്നെനിക്കറിയാം. എന്നാൽ അന്നൊരിക്കൽ മുറിയിലായിരിക്കുമ്പോൾ ഡോക്ടറിനോന്ന് പറഞ്ഞു, പാസ്റ്ററെ, മദറിനൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, കൃത്രിമ ശ്വസനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓടി ചെല്ലുന്ന സമയം പഴംതുണി പോലെ കിടക്കുന്ന ഡെഡ് ബോഡി ഇവിടെ നെഞ്ചിൽ നേഴ്സുമാർ കയറിയിരുന്ന വല്ലാതെ മർദ്ദം ഉപയോഗിക്കുകയാണ്. ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, അമ്മേ അമ്മേ അമ്മേ. മുഖത്തൊരു ഭാവമാറ്റവുമില്ല. ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കും മുൻപ് നിങ്ങൾക്ക് നേരെ ചോദ്യം എറിയുന്നു. ആ BP യുടെ വ്യതിയാനം
ആ ക്യാൻസറിന്റെ ലക്ഷണം, ആ ശരീരത്തിന്റെ ബലഹീനത മരണത്തിലേക്ക് നടന്നെടുക്കുന്ന സ്റ്റെപ്പുകളാണ്. എന്നാൽ ഒരു ദിവസം ഈ ന്യായാസനസ്ഥന്റെ മുൻപിൽ നീ നിൽക്കും. അന്ന് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന കനത്ത ശബ്ദമാണോ, നന്ന് നല്ലവനും വിശുദ്ധനുമായ ദാസനേ എന്ന വിശുദ്ധിയുടെ ശബ്ദമാണോ കേൾക്കാൻ തുടങ്ങുന്നത്? എനിക്ക് ഒന്നാമത്തെ അവഗണനയുടെ ശബ്ദം വേണ്ട, എനിക്ക് രണ്ടാമത്തെ സ്വീകരിക്കുന്ന ശബ്ദം വേണം എന്ന് കൊതിക്കുന്നവർ മാത്രം ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചവരെല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റേ. ആ കരങ്ങൾ രണ്ടും കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദം ഉയർത്തി ഒന്ന് പാടാൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ മടങ്ങി വരവ് യാഥാർത്ഥ്യമാണ്. മനുഷ്യകുലം രണ്ടായി വിഭജിക്കപ്പെടും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദര, പറുദീസ നിനക്കായി തുറക്കപ്പെടും. അല്ലെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് കത്തുന്ന അഗ്നി നരകമായിരിക്കും. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് പ്രത്യാശയോട് നമുക്കൊന്ന് പാടണം.